VS ശിവകുമാർ മുൻ മന്ത്രി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് തേടാം. പ്രസാദ്, ഇപ്പോൾ ഭരണപക്ഷ പാർട്ടിയിലെ ഒരു പ്രാദേശിക നേതാവിന് തന്നെയാണ് ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. ലിഫ്റ്റിൽ കുടുങ്ങി 2 ദിവസം അവിടെ തന്നെ, അതും രോഗിയാണ്, ആശുപത്രിയിൽ കാണിക്കാൻ വന്ന രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയിരിക്കുന്നു. ആ ലിഫ്റ്റിന് തകരാറുണ്ടായിട്ടും അതിൽ നിന്ന് അലാം മുഴങ്ങിയിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള വിവരം. ഇത് മെഡിക്കൽ കോളേജിൽ അനാസ്ഥയുടെ പല സംഭവങ്ങളും നമുക്ക് കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഇങ്ങനെയൊരു വിവരം, ഇങ്ങനെയൊരു വാർത്ത ഇതാദ്യമാണെന്ന് തോന്നുന്നു. രോഗി ഈ വാർത്തയോട് പ്രതികരിക്കാൻ VS ശിവകുമാർ മുൻ മന്ത്രി ടെലിഫോൺ ലൈനിൽ. ശ്രീ VS ശിവകുമാർ, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. ഒരു രോഗി ഡോക്ടറെ കാണാൻ പോകുന്നു, ലിഫ്റ്റിൽ കയറുന്നു, ലിഫ്റ്റ് കുടുങ്ങുന്നു. 2 ദിവസമാണ് ലിഫ്റ്റിൽ കിടക്കുന്നത്. അതിനകത്ത് തന്നെ മലമൂത്ര വിസർജനം അടക്കം നടത്തേണ്ടി വന്നു എന്നുള്ള ഒരു അവസ്ഥ. രോഗിയാണ് ഇയാളെ തിരഞ്ഞ് കുടുംബം പോലീസിൽ പരാതി കൊടുക്കുകയാണ്. എന്താണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംഭവിക്കുന്നത്? നമ്മുടെ ഈ ആരോഗ്യ മേഖലയ്ക്ക് തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ അപമാനകരമാണ്. കാരണം ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ആശുപത്രികളിലേക്ക് എത്തുന്നത്. ആശുപത്രികളിൽ എത്തുമ്പോൾ അവർ വിദഗ്ധ ചികിത്സ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വരുന്നത്. അവിടുത്തെ കാര്യങ്ങൾ ഒന്ന് വിലയിരുത്തിയാൽ ഇത്രയും ഒരു നമ്മുടെ ഈ ആരോഗ്യ മേഖലയ്ക്ക് ഇത്രയും ഒരു വളരെയധികം മോശകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇപ്പം നിലനിൽക്കുന്നു എന്നുള്ളത് ബോധ്യമാകും. ഇന്നലെ തന്നെ ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു കുട്ടി 14 വയസ്സായ ഒരു പെൺകുട്ടി വീണ് അവരുടെ നട്ടലൊടിഞ്ഞു, മോളിൽ നിന്ന് വീണതാ, പുറത്തു നിന്ന് വീണതാ. അവിടെ പോയിട്ട് സ്കാൻ ചെയ്യാൻ പറയുന്നത്, പിന്നെ കാലത്തെ പോയി കുട്ടിക്കാണെങ്കിൽ 4-5 പൊട്ടലുണ്ട്. കുട്ടിക്ക് പിന്നെ ഒരു വേദന കൊണ്ട് പൊളയുകയാണ്. പക്ഷേ അവർ സ്കാൻ ചെയ്യുന്നില്ല. എന്താണ് ചെയ്തതെന്ന് പറഞ്ഞാൽ പരിശോധിച്ചാലല്ലേ എന്തെങ്കിലും രോഗം കണ്ടെത്തി ചികിത്സിക്കാൻ പറ്റുള്ളൂ. ഇവിടേക്ക് എത്രയോ പ്രാവശ്യം ഓരോരോ ആളുകളെ ഞാൻ തന്നെ വിളിച്ച് വൈകുന്നേരം പിന്നെ 6 മണിക്കോ 7 മണിക്കോ ആണ് അവിടെ ഇന്ന് സ്കാനിങ് നടന്നത്. അത് കഴിഞ്ഞിട്ടാണ് ചികിത്സ. ഇതൊക്കെയാണ് അവിടുത്തെ സ്ഥിതിവിശേഷം. ചോദിക്കാനും പറയാനും ആളില്ല. നമ്മുടെ അതുപോലെ തന്നെ ഒരു രോഗിയെ ഇതുപോലെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ 2 ഉദാഹരണങ്ങൾ പറയുക. ഒരു പാവപ്പെട്ട ഒരു സ്ത്രീ, അവർ മെഡിക്കൽ കോളേജിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തു. അവരുടെ കാലൊടിഞ്ഞ് വണ്ടി ഇടിച്ച്, റോഡ് സൈഡിൽ നടന്നു പോകുമ്പോൾ വണ്ടി ഇടിച്ച്. അവിടെ പോയപ്പോൾ അവർ പറയുകയാണ് അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ ഏതെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാൻ പറയുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സ്ഥിതിവിശേഷം. ഇത്തരത്തിലൊരാൾ, ഒരു പാവപ്പെട്ട ഒരാള് ചികിത്സയ്ക്ക് വേണ്ടി ആ മെഡിക്കൽ കോളേജിൽ സന്ദർശിച്ചു. അവിടെ ചോദിക്കാൻ ആളില്ല, പറയാൻ ആളില്ല, ലിഫ്റ്റിൽ ഓപ്പറേറ്റർ ഇല്ല, ആ ലിഫ്റ്റ് കേടായി അവിടെ കിടന്നു. 2 ദിവസം ഒരുപക്ഷെ കേരളത്തിന്റെ അല്ല, ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും ഒരു ദൗർഭാഗ്യകരമായ, അപമാനകരമായ ഒരു സംഭവം ഉണ്ടാകുന്ന ഇതാദ്യമായിട്ടായിരിക്കും. ഒരു ആശുപത്രിയിൽ 2 ദിവസം ഒരു ആശുപത്രിയിൽ ഒരാള് ലിഫ്റ്റിൽ കൂടി കിടന്നിട്ട് നോക്കാൻ ആളില്ല, അതിനെക്കുറിച്ച് കണ്ടെത്താൻ ആളില്ല. രോഗിയുടെ ബന്ധു പരാതി കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഉള്ള കാര്യങ്ങൾ, പിന്നെ അതിനുള്ള ഒരു സംവിധാനമോ ഭരണ സംവിധാനങ്ങളോ ഒന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയ്ക്ക് നമ്മൾ എന്ത് മുന്നോട്ട് പോയി എന്ന് അഭിമാനത്തോടു കൂടി പറയുന്നവരാണ്. ഈ സംഭവങ്ങളൊക്കെ സർക്കാർ ആശുപത്രികളുടെ സ്ഥിതി പരമദയനീയമായിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞിരുന്നാലും മന്ത്രി ഇവിടെ റിപ്പോർട്ട് ചോദിക്കും. റിപ്പോർട്ട് വാങ്ങിയിട്ട് പിന്നെ എന്താണ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല. ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വന്നൊരു രോഗി കാണാനില്ല എന്ന് പറഞ്ഞ് അവർക്ക് പോലീസിൽ പരാതി കൊടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ടതാണ്. ഇതിന് ഉത്തരവാദിയായിട്ടുള്ള ആളുകളെ കുറിച്ച് നടപടി എടുക്കണം. ഈ ലിഫ്റ്റ് കേടായി കിടക്കുന്നതെന്ന് പറഞ്ഞ് എത്രയോ വർഷങ്ങളായിട്ടായിരിക്കും. ആ ലിഫ്റ്റൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ കഴിയണം. ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും പരമമായ പ്രാധാന്യം ഗവൺമെന്റ് കൊടുക്കണം. എന്നിട്ട് വലിയ പ്രസംഗങ്ങൾ മാത്രം നടത്തിയാൽ പോരാ. അവിടെ ആരോഗ്യ മേഖല ആശുപത്രിയുടെ ലിഫ്റ്റ് കേടായിട്ടുണ്ട് എങ്കിൽ അതിന് നന്നാക്കിയെടുക്കുന്നതിലേക്ക്, മെയിൻ്റെനൻസ് നടത്തുന്നതിലേക്ക് വേണ്ടിയുള്ള നടപടികളൊക്കെ ഗവൺമെന്റ് സ്വീകരിക്കണം. ഇതിനൊക്കെ അടിയന്തരമായിട്ട് യോഗം വിളിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലെയുള്ള പ്രധാനപ്പെട്ട ഒരു ആശുപത്രി, പാവപ്പെട്ട ആളുകൾ ഏറ്റവും അവരുടെ അവസാനത്തെ ഒരു ആശ്രയമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൽ പിന്നെ പ്രവർത്തനങ്ങളെക്കുറിച്ച് 1 മാസത്തിലൊരിക്കലെങ്കിലും മന്ത്രി കാര്യങ്ങൾ വിളിച്ച് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഒരു അവലോകനം നടത്തി അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രഥമമായ പരിഗണന കൊടുക്കേണ്ട ഒരു ആരോഗ്യ കൊടുക്കേണ്ടത് ആരോഗ്യ മേഖലയ്ക്കാണ്. അതിലേക്ക് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം. ഇതിന് ഉത്തരവാദപ്പെട്ട ആളുകൾക്കെതിരായി കർശനമായ നടപടികൾ സ്വീകരിക്കണം. അതൊക്കെയാണ് ചെയ്യേണ്ടത്. വളരെ നന്ദി ശ്രീ VS ശിവകുമാർ.